Once again, good morning, all of you. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നലെ 2 എക്സ്ട്രാ പ്രോബ്ലംസ് കൂടി നൽകിയിരുന്നു. അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് നമ്മുടെ അഞ്ചാമത്തെ ചാപ്റ്റർ, അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ട് മാത്രമാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നിങ്ങളെല്ലാവരും പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഫണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മളൊരു വർക്കിംഗ് ക്യാപിറ്റലുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിച്ചത്. ഇവിടെ ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ മുഖ്യമായിട്ടും പഠിക്കുന്നത്. എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് ക്യാഷ്. ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയുമാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഫണ്ടിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ മെയിനായിട്ട് പറഞ്ഞിരുന്നത്. ഫണ്ട് മീൻസ് അവിടെ ക്യാഷ് മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കറണ്ട് അസറ്റ്, കറണ്ട് ലയബിലിറ്റി, അങ്ങനെ ഐറ്റംസ്, ലോങ് ടേമിൽ തന്നെ വരുന്ന വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇവിടെ മെയിനായിട്ട് ക്യാഷിലില്ല ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണെന്നുള്ളത് ആദ്യം തന്നെ ഒന്ന് ഓർമ്മയിൽ വെക്കുക. ദെൻ ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് സോഴ്സ് ആൻഡ് യൂസസ് ഓഫ് ക്യാഷ്. ക്യാഷ് എവിടെ നിന്നെല്ലാം ലഭിക്കുന്നു, ഏതൊക്കെ രീതിയിൽ ക്യാഷ് ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ദെൻ ഇറ്റ് റിവീൽസ് ഫ്രം വേർ ക്യാഷ് ഹാസ് കം ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ബീൻ സ്പെൻഡ്. ക്യാഷ് എവിടെ നിന്ന് വന്നു, ക്യാഷ് എവിടേക്ക് പോയി എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് ദി ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ ഫ്രം വൺ പീരീഡ് ടു അനദർ. ഒരു പീരീഡ് മുതൽ മറ്റൊരു പീരീഡ്, അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ ക്യാഷിൻ്റെ ഫ്ലോ അത് എങ്ങനെ എവിടേക്കാണ്, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളതെല്ലാം നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി അവസാനം പറയുന്നുണ്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സാധാരണ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ഇപ്പോൾ റീസെൻ്റായിട്ട് കമ്പനികളൊക്കെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്ത് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ത്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദാറ്റ് സമ്മറൈസ് ദ ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. ഇത് സമ്മറൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട് എന്തിനെ, ക്യാഷ് റെസിപ്റ്റും അതുപോലെ തന്നെ ക്യാഷ് പേയ്മെൻറ്റുകളെയും. ആൻഡ് നെറ്റ് ചേഞ്ചസ് റിസൾട്ടിങ് ഫ്രം, എന്നിട്ട് ഒന്നുകൂടെ ഊന്നി പറയുന്നുണ്ട് നെറ്റ് റിസൾട്ട്, ദാറ്റ് ഈസ് നെറ്റ് ചേഞ്ചസ്, ഇവയിൽ നിന്നുള്ള മാറ്റങ്ങൾ, റെസിപ്റ്റും പേയ്മെൻറ്റും നമ്മൾ ഇവിടെ അനാലിസിസ് നടത്തുന്നുണ്ട്. എന്നിട്ട് അതിൽ നിന്നുള്ള നെറ്റ് ചേഞ്ചസ് റിസൾട്ടിങ് ഫ്രം ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് എത്ര ക്യാഷ് ഇൻഫ്ലോ ഉണ്ടായി, എത്ര ഔട്ട്ഫ്ലോ ഉണ്ടായി എന്നുള്ളതിൻ്റെ നെറ്റ്, അതായത് ഇൻഫ്ലോയിൽ നിന്ന് ഔട്ട്ഫ്ലോ കുറച്ചിട്ടുള്ള എമൗണ്ട്. ദെൻ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ്, ഫിനാൻസിങ് ആക്ടിവിറ്റി, അതുപോലെ ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. മെയിനായിട്ട് നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഫിനാൻസിങ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി എന്ന് 3ആയിട്ട് ഓപ്പറേഷൻസിനെ മൊത്തം നമുക്ക് തിരിക്കാൻ കഴിയും. അതിൽ ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് ക്യാഷ് ഇൻഫ്ലോ എത്ര വന്നു, എത്ര ഔട്ട്ഫ്ലോ വന്നു. ദെൻ ഫിനാൻസിങ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് എത്ര ഇൻഫ്ലോ, എത്ര ഔട്ട്ഫ്ലോ. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് എത്ര ഇൻഫ്ലോ, എത്ര ഔട്ട്ഫ്ലോ എന്ന് നോക്കിയിട്ട് ഇതിൻ്റെ എല്ലാം നെറ്റ് എമൗണ്ട് നമ്മളിവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ദെൻ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം, അതായത് ഒരു അക്കൗണ്ടിങ് ഇയറിൽ ഉള്ള ചേഞ്ചസ്, ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈ ഒരു ക്യാഷിൻ്റെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 റിവൈസ്ഡ്, all manufacturing and finance companies which are listed in stock exchange or all commercial or industrial and business enterprises whose sales are more than 50 crore per year. അതായത് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികൾ അല്ലെങ്കിൽ 50 കോടിക്ക് മുകളിലുള്ള വരെയുള്ള കമ്പനികളൊക്കെ എന്ത് ചെയ്തിരിക്കണം എന്ന് പറഞ്ഞത്, മസ്റ്റ് പ്രിപ്പയർ ആൻഡ് പബ്ലിഷ് CFS, ദാറ്റ് ഈസ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം, റിവൈസ് ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 3 പ്രകാരം എന്ത് ചെയ്യണം എന്നാണ് പറഞ്ഞത്, ഈ പറയപ്പെട്ടിട്ടുള്ള, അതായത് മാനുഫാക്ചറിങ് ആൻഡ് ഫിനാൻസിങ് കമ്പനി വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാനുഫാക്ചറിങ് ഫിനാൻസിങ് കമ്പനികളും, അല്ലെങ്കിൽ ഓൾ കൊമേഴ്ഷ്യൽ ഓർ ഇൻഡസ്ട്രിയൽ ബിസിനസ്, എല്ലാ കൊമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ബിസിനസ്സുകളും, ഹൂസ് സെയിൽസ് ആർ മോർ ദാൻ 50 crore, 50 കോടിക്ക് മുകളിൽ സെയിൽസ് ഉണ്ടെങ്കിൽ ഇവരൊക്കെ എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞത്,
മസ്റ്റ് പ്രിപ്പയർ ആൻഡ് പബ്ലിക് CFS ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ബൈ ഇൻഡയറക്റ്റ് മെത്തേഡ്. 2 മെത്തേഡ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും നമ്മൾ പഠിക്കുന്നുണ്ട്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നിർബന്ധമായിട്ട് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദിസ് ഈസ് മെയ്ഡ് കമ്പൽസറി ഫ്രം April 1, 2001 ഓൺവേർഡ്സ്. 2001 മുതലാണിത് നിർബന്ധമായിട്ട് വന്നിട്ടുള്ളത്. അത് ഇതിൻ്റെ ഭാഗമായിട്ടൊന്ന് പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ പറഞ്ഞു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പഠിച്ചല്ലോ. അപ്പോൾ എന്തിനാണിപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതുവരെ ഇതൊന്നും പഠിച്ചിട്ടില്ലല്ലോ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഓർത്ത് വെക്കുക, ഇതൊക്കെ ഈ 2001 മുതൽ വന്നിട്ടുള്ള ന്യൂ ടെക്നിക്കുകളാണ്. കമ്പനി പുതിയ പുതിയ മേഖലകൾ എത്തുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ടെക്നിക്കുകളും വർദ്ധിക്കുന്നുണ്ട് എന്ന് മാത്രം. അതിൽ എന്തിനാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ അനാലിസിസ് നടത്തുന്നത്? അതിൻ്റെ ഒബ്ജക്റ്റീവാണ് പറയുന്നത്. ടു ഐഡൻറ്റിഫൈ ദ റീസൺസ് ഫോർ ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ ക്യാഷ് ബാലൻസസ് ബിറ്റ്വീൻ 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ്. 2 ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് നമുക്ക് പരിഗണിക്കാം. കഴിഞ്ഞ വർഷം അവസാനിച്ചതും ഈ വർഷത്തെ അവസാനിക്കുന്നതുമായിട്ടുള്ള ആ ഒരു ഡേറ്റിൻ്റെ ആ ഒരു കാലാവധിയിൽ ഐഡൻറ്റിഫൈ ദ റീസൺ ഫോർ ദി ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദി ക്യാഷ് ബാലൻസ്. ക്യാഷ് ബാലൻസിൽ വന്നിട്ടുള്ള ഇൻക്രീസിൻ്റെയും ഡിക്രീസിൻ്റെയും റീസൺ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒബ്ജക്റ്റീവ്. ദെൻ രണ്ടാമത്തത് ടു അസസ് മോണിറ്റർ ആൻഡ് കൺട്രോൾ. അസസ് ചെയ്യുക, മോണിറ്റർ ചെയ്യുക ആൻഡ് കൺട്രോൾ ദ ലിക്വിഡ് റിസോഴ്സസ് അവൈലബിൾ ഇൻ ദ എൻ്റർപ്രൈസസ്. നമ്മുടെ സ്ഥാപനത്തിൽ ലഭ്യമായിട്ടുള്ള ലിക്വിഡ് റിസോഴ്സസിനെ അസസ്മെൻറ്റ് നടത്തുക, ദാറ്റ് ഈസ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കുക. ദെൻ മോണിറ്റർ ചെയ്യുക ആൻഡ് കൺട്രോൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ മൂന്നാമത്തത് ടു പ്രിവെൻറ്റ് ദ ഹോൾഡിംഗ് ഓഫ് എക്സസീവ് ഓർ ഇനാഡിക്വേറ്റ് ക്യാഷ് റിസോഴ്സസ്. ഒരുപാട് ക്യാഷ് ഇൻഫ്ലോ അധികം ആയതുകൊണ്ടും കാര്യമില്ല, അതെന്ത് ചെയ്യണം, എക്സസീവായിട്ട് വരുന്നതിനെ തടഞ്ഞു നിർത്താനും ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ ടു ഹെൽപ്പ് ഇൻ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ. ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷന് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അതെന്താ വെച്ചാൽ ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ലോങ് ടൈം ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിസിഷനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് ഡിസിഷൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ കയ്യിലിപ്പോൾ ഒരു ഇത്ര എമൗണ്ട് ഉണ്ട്, ആ എമൗണ്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ മുമ്പിലുണ്ടാകും. അപ്പോൾ ഏതിൽ നിക്ഷേപിക്കുകയാണെങ്കിലാണ് കൂടുതൽ നമ്മുടെ കമ്പനിക്ക് ഏറ്റവും ലാഭം എന്നൊക്കെ നോക്കുന്ന ആ ഒരു തീരുമാനത്തിനാണ് ക്യാപിറ്റൽ ബജറ്റിംഗ് എന്ന് നമ്മൾ പറയാറ്. ആ ഒരു ഡിസിഷനെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. ദെൻ ടു മെയിൻറ്റെയിൻ ഒപ്റ്റിമം ലെവൽ ഓഫ് ക്യാഷ് റിസോഴ്സസ്. കമ്പനിയിൽ ക്യാഷ് റിസോഴ്സസ് അതിൻ്റെ ഒപ്റ്റിമം ലെവലിൽ സൂക്ഷിക്കാനും ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഒപ്റ്റിമം ലെവൽ എന്ന് ചോദിച്ചാൽ 2 കൺസെപ്റ്റ് ഉണ്ട്, ഒപ്റ്റിമം അതുപോലെ മാക്സിമം എന്നുണ്ട്. എന്താണ് ഒപ്റ്റിമം മാക്സിമം തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം, ഒപ്റ്റിമം ഈസ് നോട്ട് മാക്സിമം ബട്ട് നോട്ട് മിനിമം. മാക്സിമം അല്ല മിനിമം അല്ല ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ. എന്താണ് ഒപ്റ്റിമം ഈസ് ദി പോസിബിൾ മാക്സിമം പോസിബിൾ എന്ന് നമുക്ക് പറയാം, പോസിബിൾ മാക്സിമം എന്ന് നമുക്ക് പറയാം. എന്ത് മാക്സിമം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉപയോഗിക്കുന്നതാണ് മാക്സിമം എന്ന് പറയുക. എന്നാൽ ഒപ്റ്റിമം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അത് ഫീസിബിൾ ആയിട്ടുള്ള മാക്സിമം, നമുക്ക് ലഭ്യമായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ളൊരു മാക്സിമത്തിനാണ് നമ്മൾ ഒപ്റ്റിമം എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ റോ മെറ്റീരിയൽസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കിട്ടുന്ന എല്ലാ റോ മെറ്റീരിയലും ചൂഷണം ചെയ്യുന്നതിന് നമ്മൾ മാക്സിമം എന്ന് പറയും. എന്നാൽ നമുക്ക് ലഭിച്ചിട്ടുള്ള റോ മെറ്റീരിയൽ അതിൻ്റേതായിട്ടുള്ള നല്ല രീതിയിൽ ഭാവിയിലേക്കൊന്നും കോട്ടം പറ്റാത്ത രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഒപ്റ്റിമം എന്നും പറയും. ആ രീതി തന്നെയാണ് ഈ ഒരു ഫിനാൻസിലും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഒന്നാണ് എന്ത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ എന്ന് നമ്മുടെ മനസ്സിലൊരു തോന്നൽ വരാം. അപ്പോൾ ചെറിയ ചെറിയ ഡിഫറൻസുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് അവിടെ നൽകിയത്. ഫസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് ബേസിസ്. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷ് ബേസിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ ബേസിസ്. നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റലിലെ അസറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ചെയ്തിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ ബേസിലായിരുന്നു എന്ത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോ ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ്. ക്യാഷിൽ മാറ്റങ്ങൾ വന്നത്, ഇൻക്രീസ് ഓർ ഡിക്രീസ് വന്നതിൻ്റെ കാരണങ്ങളാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ കോസ് ഓഫ് ചേഞ്ചസ് ഇൻ ദ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ക്യാഷിലുള്ളത് മാത്രമല്ല നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലാണ് അവിടെ മാറ്റങ്ങൾക്ക് വിധേയമായത് എന്നുള്ളത് കാണിക്കുന്നു. ദെൻ
തേർഡ് പോയിന്റ്, ഇറ്റ് യൂസ്ഫുൾ ഫോർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഷോർട്ട് ടേം ഫിനാൻഷ്യൽ അനാലിസിസിന് ഉപയോഗപ്രദമാണ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസ്. ലോങ് ടേം ആ ഡിഫറൻസ്, ഒന്ന് ഷോർട്ട് ടേം ആണ്, മറ്റൊന്ന് ലോങ് ടേം ഫിനാൻഷ്യൽ അനാലിസിസിനാണ് സഹായിക്കുന്നത്. ദെൻ ഓൺലി വൺ സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. എവിടെ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിലോ നമ്മൾ 2 പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു? എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് പ്രിപ്പയർഡ് ടുഗദർ വിത്ത് FFS, അതായത് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലും പ്രിപ്പയർ ചെയ്തിരുന്നു. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം പ്രിപ്പയർ ചെയ്യാനുള്ളൂ. ദെൻ ഫിഫ്ത്ത് പോയിന്റ്, ഓൺലി ക്യാഷ് റെസീപ്റ്റ്സ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് ഓഫ് ക്യാഷ് ആർ റെക്കോർഡഡ്. ക്യാഷ് കിട്ടിയതും അതുപോലെ തന്നെ ക്യാഷ് ചിലവഴിച്ചതും മാത്രമേ ഇവിടെ രേഖപ്പെടുത്തുന്നുള്ളൂ. എന്നാലോ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ദെയർ നെറ്റ് എഫക്റ്റ് ഈസ് റെക്കോർഡഡ്. അവരുടെ നെറ്റ് എഫക്റ്റ് അഥവാ ഇൻക്രീസോ ഡിക്രീസോ എത്രയാണ് ആ ചേഞ്ചസ് മാത്രമാണ് അവിടെ ചെയ്തിരുന്നുള്ളൂ. കാരണം വർക്കിംഗ് ക്യാപിറ്റൽ കൺസെപ്റ്റാണ് അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ദെൻ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആർ ഷോൺ. എവിടെ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്പണിങ്ങും ക്ലോസിംഗ് ബാലൻസ് കാണിക്കുന്നുണ്ട്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ ദീസ് ആർ ഷോൺ ഇൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നില്ല, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റലിൽ മാത്രമേ കാണിച്ചിരുന്നുള്ളൂ. ദെൻ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ക്യാഷ് കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൻ്റെ ക്യാഷ് കൺസെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അക്രൂവൽ കൺസെപ്റ്റ് ഉണ്ട്. കിട്ടാനാകുന്നതും കിട്ടിയതുമായിട്ടുള്ള കൺസെപ്റ്റുകളുണ്ട് അക്കൗണ്ടിങ്ങിൽ. അതിൻ്റെ ക്യാഷ് കൺസെപ്റ്റിലാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. എന്നാൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് എയ്ത്ത് പോയിന്റ്, ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ലെസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഫിനാൻഷ്യൽ അനാലിസിസ്. ജസ്റ്റ് ഡിഫറൻസ് ആയിട്ട് നൽകുക എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണെങ്കിലും ഡിഫറൻസ് ആക്കിയിട്ട് നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഡിഫറൻസുകൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ 8 ഡിഫറൻറ്റും ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റേതും നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്നും മനസ്സിലാക്കി. ഇനി അടുത്തത് ഇമ്പോർട്ടൻസ് ഓർ മാനേജറിയൽ യൂസസ്. ഇത്തരത്തിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് എന്ത് എന്നുള്ളതാണ് ചുവടെ നൽകിയിട്ടുള്ളത്. ഫസ്റ്റ് വൺ, യൂസ്ഫുൾ ഇൻ ഷോർട്ട് ടേം പ്ലാനിങ്. ഷോർട്ട് ടേം പ്ലാനിങ്ങിന് യൂസ്ഫുൾ ആണ് ഓർ ഹെൽപ്ഫുൾ ആണ് എന്ന് പറയാൻ കാരണം ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഗിവ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് ഫോർ എ സ്പെസിഫിക് പീരീഡ്. ഒരു സ്പെസിഫിക് പീരീഡിലേക്കുള്ള സോഴ്സ് ആൻഡ് അപ്ലിക്കേഷൻസ് ക്യാഷിലുള്ളത് നമുക്ക് നൽകുന്നുണ്ട്. സോ ദിസ് എനാബിൾ ടു പ്ലാൻ ഇൻവെസ്റ്റിംഗ്, ഓപ്പറേറ്റിംഗ് ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റീസ് ഓഫ് ആൻ എൻ്റർപ്രൈസസ്. ഈ ക്യാഷിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ തന്നെ ഫിനാൻസിങ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ, ഈ തുടങ്ങിയ 3 മേഖലകളിലും നല്ലൊരു തീരുമാനം കൈക്കൊള്ളാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ രണ്ടാമത്തത്, ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേഷൻ ഓഫ് ഫിനാൻഷ്യൽ പോളിസീസ്. ഫിനാൻഷ്യൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എങ്ങനെ? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഹെൽപ്ഫുൾ ഇൻ ഫോർമുലേറ്റിംഗ് ഫിനാൻഷ്യൽ പോളിസീസ് ലൈക്ക് ഡിവിഡൻഡ് പോളിസി, ദെൻ ക്രെഡിറ്റ് പോളിസി എക്സെട്ര. ഡിവിഡൻഡ് നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സിനുള്ള ഡിവൈഡ് നൽകുന്ന പ്രോഫിറ്റിൻ്റെ ഭാഗം. അതുപോലെ തന്നെ ക്രെഡിറ്റ് മായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഫോർമുലേഷൻ നടത്താനും അതിൻ്റെ പോളിസീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് സഹായകമാകുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് എ ബേസിസ് ഫോർ ക്യാഷ് ബജറ്റ്. ക്യാഷ് ബജറ്റ് എന്ന് പറഞ്ഞാൽ ഓരോ വർഷത്തിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ക്യാഷ് ബജറ്റ് പ്രിപ്പയർ ചെയ്യാൻ ഒരു ബേസിസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്താ വെച്ചാൽ ക്യാഷ് ഫ്ലോ ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ക്യാഷ് ബജറ്റ്. ക്യാഷ് ഫ്ലോ ആണല്ലോ ക്യാഷ് ബജറ്റിൻ്റെ ഫൗണ്ടേഷന്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ സ്റ്റോൺ എന്നുള്ള ആൾക്ക് നമുക്ക് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കാം. ദെൻ നെക്സ്റ്റ്, റിവീൽസ് ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി. അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഹെൽപ്പ് ടു അസർട്ടൈൻ ലിക്വിഡിറ്റി ആൻഡ് സോൾവൻസി ഓഫ് എ ബിസിനസ് ഇൻ ബെറ്റർ വേ. ലിക്വിഡിറ്റി സോൾവൻസി എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ ഡെപ്റ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ക്രെഡിറ്റും കൊടുത്തു വീട്ടാനുള്ള എമൗണ്ട് കൊടുത്തു വീട്ടാൻ നമുക്ക് എത്രത്തോളം സാധ്യത ഉണ്ട്, നമ്മുടെ കയ്യിൽ ലിക്വിഡായിട്ടുള്ള എമൗണ്ട് എത്രയുണ്ട് എന്നുള്ളതെല്ലാം നമുക്ക് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച്
മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ഹെൽപ്സ് ഇൻ എഫിഷ്യൻറ്റ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൽ മെയിനായിട്ട് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് മാനേജ്മെൻറ്റിനെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ദെൻ ഷോ ദ കോസസ് ഓഫ് ചേഞ്ചസ് ഇൻ ക്യാഷ് പൊസിഷൻ. ഈ ഒരു ക്യാഷ് പൊസിഷനിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾക്കുള്ള കാരണം എങ്ങനെയൊക്കെയാണ് ഈ ഒരു ക്യാഷ് പൊസിഷൻ, അതായത് ബാലൻസ് ഷീറ്റിൽ 2 വർഷത്തെ മാറ്റങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇത്രയുള്ളത് ഈ ഒരു പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ എത്രയായി എന്നുള്ളതിൻ്റെ കാരണം നമ്മളിവിടെ കാണിക്കുന്നുണ്ട്. അത് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഹെൽപ്ഫുൾ ഇൻ കൺട്രോളിനെ സഹായിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നമുക്കറിയാം എങ്ങനെ എവിടെ നിന്ന് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചിലവ് വന്നത്, ഏതൊക്കെ രീതിയിലാണ് നമുക്ക് വരവ് എന്നുള്ളത് അറിയുന്നത് കൊണ്ട് തന്നെ കൺട്രോളിങ്ങിന് അത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ദെൻ ഹെൽപ്ഫുൾ ഇൻ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഡിസിഷൻ കൈകൊള്ളാൻ ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ സഹായകം ആവുന്നുണ്ട്. അതായത് ബേസിക് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അതുകൊണ്ട് തന്നെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഡിസിഷൻ അത് കൈകൊള്ളാൻ ഈ ഒരു കമ്പനിക്ക് വളരെ എളുപ്പമായിട്ട് സാധിക്കണം. കാരണം ലോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഓഫ് ബോണസ്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഔട്ട്സൈഡ് ദ ഫേം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള ഡിസിഷൻസ് ആണ്. ഇതൊക്കെ കൈകൊള്ളാൻ ക്യാഷിനെ കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ കമ്പനിയെ സഹായിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനും ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതാണ് അടുത്തതായിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇഗ്നോർസ് നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇവിടെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഡിഫോൾട്ടായിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിന് പകരമായിട്ടുള്ള ഒന്നായിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. നോട്ട് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും പ്രിപ്പയർ ചെയ്യണം. ഇതതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, അത് എക്സ്ട്രാ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ ഹിസ്റ്റോറിക്കൽ നാച്ചർ എന്ന് പറയാൻ കാരണം എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റും അല്ലേ. അപ്പോൾ ഹിസ്റ്റോറിക്കൽ നാച്ചറാണ്, അത് ഭാവിയിലേക്കുള്ള ഒന്നല്ല എന്നുള്ളതാണ് ഈ ഒരു ലിമിറ്റേഷൻസിൽ പറയുന്നത്. ദെൻ ലിമിറ്റഡ് സ്കോപ്പാണ്. എന്താ വെച്ചാൽ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ആണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത്, ഏതിൻ്റെ ക്യാഷിൻ്റെത് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് സ്കോപ്പ് വളരെ കുറവാണ്. മാനേജറിയൽ ഡിസിഷന് വളരെ അങ്ങോട്ട് ഇത് എഫക്റ്റ് ചെയ്യില്ല, കാരണം എന്താ, ക്യാഷ് മാത്രമേ ഇവിടെ പരിഗണിക്കുന്നുള്ളൂ. ദെൻ ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാനേജറിയൽ ഡിസിഷൻ ഈസി ആയിട്ട് ഇവിടെ ഇൻഫ്ലുവൻസ് ചാൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ക്യാഷ് ഫ്ലോ മനസ്സിലാക്കാൻ കഴിയുമ്പം സ്വാഭാവികമായിട്ടും മാനേജ്മെൻറ്റ് ആ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് എന്താവും, അവരെ മോശമായിട്ട് ബാധിക്കാനൊരു ചാൻസ് ഉണ്ട്. നല്ല രീതിയിലും ബാധിക്കും. ലിമിറ്റേഷൻ ആയതുകൊണ്ട് ഈസിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ മാനേജറിയൽ ഡിസിഷൻ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് നന്മയുണ്ട്, അതുപോലെ തന്നെ തിന്മയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി. ദെൻ ഡസ് നോട്ട് പ്രസൻറ്റ് ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റിൻ്റെ കറക്റ്റ് പിക്ചർ മെഷർ ചെയ്യുന്നില്ല എന്ന് ഒരു പോയിൻ്റായിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒരു ലിമിറ്റേഷൻസ് പറയുന്ന സമയത്ത് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്താ വെച്ചാൽ ഈ ഒരു ക്യാഷ് ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാഷ് മാത്രമാണല്ലോ നമ്മൾ നോക്കുന്നത്, ക്യാഷിൽ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ക്യാഷിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യമല്ല. മേ ബി ചില കറണ്ട് അസറ്റും കാര്യങ്ങളൊക്കെ അതിൽ കടന്നു വരേണ്ടതുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും കാണിക്കാത്തത് കൊണ്ട് ഡസ് നോട്ട് പ്രസൻറ്റ് ട്രൂ പിക്ചർ ഓഫ് ലിക്വിഡിറ്റി എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇന്ന് നമ്മൾ ഒരുപാട് തിയറി ഭാഗങ്ങളാണ് ഫുള്ള് പഠിച്ചത്. അധികമായിട്ട് വലിയൊരു ഭാഗങ്ങളൊന്നുമില്ല. ഈ കാര്യങ്ങളൊന്ന് പഠിക്കുക, നോട്ടും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുക. പിന്നെ ചെറിയൊരു ഭാഗം കൂടി എന്തൊക്കെയാണ്, ഇപ്പോൾ നമ്മൾ കുറേ ക്യാഷ് ഫണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്യാഷ് എന്താണ്, അതുപോലെ തന്നെ സെക്യൂരിറ്റീസ്, ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ചെറുതായിട്ടൊന്ന് പഠിക്കാം. ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാഷ് കംപ്രൈസസ് ഓഫ് ക്യാഷ് ഓൺ ഹാൻഡ് ആൻഡ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്ക്. നമ്മുടെ കയ്യിലുള്ള ക്യാഷിനെയാണ് നമ്മൾ ക്യാഷ് എന്ന് പറയുക. അതുപോലെ തന്നെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, ബാങ്കിലുള്ള നമ്മൾ എപ്പോൾ ചെന്ന് ചോദിച്ചാലും ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്ന ക്യാഷ് ഉണ്ട് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത്, അതിനെ രണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്യാഷ് എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുക. രണ്ടാമത്തത് ക്യാഷ് ഇക്വലൻറ്റ്. എന്താണ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ചോദിക്കാറുണ്ട് ചില സമയത്തൊക്കെ. എന്താണ് ക്യാഷ് ഇക്വലൻറ്റ് എന്ന് പറഞ്ഞാൽ? ക്യാഷ് ഇക്വലൻസ് ദീസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് ക്യാഷ് ഇക്വലൻസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഹൈലി ലിക്വിഡ് ആണ്, ഷോർട്ട് ടേം ആണ്.
വിച്ച് ക്യാൻ ബി റെഡിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് വിത്തൗട്ട് ഫാൾ ഇൻ ദെയർ വാല്യൂ. ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് ക്യാഷാക്കി മാറ്റാൻ പറ്റും വിത്തൗട്ട് ഫാൾ ഇൻ ദെയർ വാല്യൂ. ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മൂല്യത്തിൽ കുറവ് വരാതെ തന്നെ, ആ വാല്യൂ കുറയാതെ തന്നെ പെട്ടെന്ന് ക്യാഷാക്കിയിട്ട് മാറ്റാൻ സാധിക്കുന്ന തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുക, ക്യാഷ് ഇക്വലൻസ് എന്ന് പറയുക. പല സമയത്ത് ചോദിക്കാറുണ്ട്, ശ്രദ്ധിക്കുക. ദീസ് ആർ ഷോർട്ട് ടേം ഹൈലി ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി റെഡിലി കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് വിത്തൗട്ട് എ ഫാൾ ഇൻ ദെയർ വാല്യൂ. വാല്യൂവിലൊരു കുറവും സംഭവിക്കാതെ തന്നെ എത്രയും പെട്ടെന്ന് ക്യാഷ് ആക്കിയിട്ട് മാറ്റാൻ കഴിയുന്ന സെക്യൂരിറ്റീസ്, അതിനെയാണ് നമ്മൾ പറയുക ക്യാഷ് ഇക്വലൻസ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ക്യാഷ് ഫ്ലോ എന്ന് ചോദിച്ചാൽ, ക്യാഷ് ഫ്ലോ സിംപ്ലി റെഫേഴ്സ് ടു മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഈ മുകളിൽ പറഞ്ഞപ്പെട്ടിട്ടുള്ള ക്യാഷും അതുപോലെ തന്നെ ക്യാഷ് ഇക്വലൻസും, ഇത് രണ്ടാണ് ഈ ക്യാഷ് ഫ്ലോയിൽ നമ്മൾ പരിഗണിക്കുന്നത്. ഇവ രണ്ടിൻ്റെയും, ക്യാഷിൻ്റെയും അതുപോലെ ക്യാഷ് ഇക്വലൻസിൻ്റെയും മൂവ്മെൻറ്റ്സ്, അതാണ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ക്യാഷ് ഫ്ലോ സിംപ്ലി റെഫേഴ്സ് ടു മൂവ്മെൻറ്റ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇറ്റ് മേ ബി ഇൻഫ്ലോ ഓഫ് ക്യാഷ് ഓർ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ്. ഈ ഒരു ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലോ ഉണ്ടാവാം, ഔട്ട്ഫ്ലോയും ഉണ്ടാവാം. ബിസിനസ്സിനകത്തേക്കും വരാം, ബിസിനസ്സിൽ നിന്ന് പുറത്തേക്കും ഉണ്ടാവാം. ഇൻഫ്ലോ ഓഫ് ക്യാഷ് റെഫേഴ്സ് ടു ഓൾ ട്രാൻസാക്ഷൻസ് ദാറ്റ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. ഇൻഫ്ലോ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ ക്യാഷ് ഇൻക്രീസ് ചെയ്യാനത് കാരണമാവുന്നു. ദെൻ ദീസ് ആർ സോഴ്സ് ഓഫ് ക്യാഷ്, അതിനെയാണ് ക്യാഷ് സോഴ്സ് എന്ന് വിളിക്കുന്നത്, ഇൻഫ്ലോയിനെ. ഓക്കെ. ദെൻ ഔട്ട്ഫ്ലോ ഓഫ് ക്യാഷ് റെഫേഴ്സ് ടു ഓൾ ട്രാൻസാക്ഷൻസ് ദാറ്റ് റിസൾട്ട് ഇൻ ഡിക്രീസ് ഓഫ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്. നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാ ട്രാൻസാക്ഷനെയും എന്ത് പറയും, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് നമ്മൾ വിളിക്കും. ദീസ് ആർ യൂസസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ക്യാഷ്, അതിനെയാണ് നമ്മൾ യൂസസ് ഓർ അപ്ലിക്കേഷൻ ഓഫ് ക്യാഷ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ബാക്കി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് കാര്യങ്ങളെല്ലാം നമുക്ക് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.